കുട്ടിലയിലാണ്. കുട്ടില ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അടുത്തായിട്ട് വരും. അപ്പോൾ ഞാനൊരു കുറച്ച് കാലമായിട്ട് ഈ ഇൻ്റർലോക്ക് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടെ ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ മലബാർ ഇൻ്റർലോക്ക് എന്നുള്ളൊരു കമ്പനീനെ പറ്റിയിട്ട് തീർച്ചയായിട്ടും എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് അറിഞ്ഞത്. അപ്പോൾ ആദ്യം ഞാൻ ഉദ്ദേശിച്ചത് എനിക്കും എൻ്റെ മകൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിങ്കല്ല് വെച്ച് അതിൽ ഈ പുല്ലൊക്കെ വെച്ചിട്ട് യഥേഷ്ടം കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള പല ബിൽഡിങ്ങുകളും. അപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് തന്നെയാണ്. കാരണം വലിയൊരു ചിലവാണ് അതിന് വരിക. എൻ്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂടുതലുണ്ട്, ഒരു 3500 സ്ക്വയർ ഫീറ്റോളം ഉണ്ട്. നമ്മുടെ മുറ്റും കാര്യങ്ങളൊക്കെ അത് കുറച്ചൊരു വാസ്തു ശാസ്ത്രപ്രകാരം എടുത്തൊരു ഭവനാണ്. അപ്പോൾ അത്രയധികം വരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു തുകയായിട്ട് വരുന്നു. അതിനൊരു ഏകദേശം ഒരു 5 ലക്ഷം 6 ലക്ഷത്തോളം അത് കരിങ്കല്ല് വെച്ച് ഒരു ലോൺ പോലെയൊക്കെ ആവണമെങ്കിൽ ഏകദേശം അത്ര വരുന്നുള്ളൊരു എസ്റ്റിമേറ്റാണ് പലരും പറഞ്ഞത്. അപ്പോഴാണ് ഇങ്ങനെ രമേശൻ സാറുമായിട്ട് അങ്ങനെ എതിർച്ചയായി പരിചയപ്പെട്ടു. അപ്പോൾ ഇങ്ങനൊരു ബ്ലോക്ക് സിമെന്റ് ബ്ലോക്ക് അവരുണ്ടാക്കുന്നുണ്ട്. സാധാരണ ഇന്റർലോക്ക് ഈ ജിഗ്ജാഗ് റെഡ് ആൻഡ് ബ്ലാക്ക് ടൈപ്പ് ഇന്റർലോക്കാണ് മാക്സിമം ആൾക്കാരുടെ വീട്ടുകളിലും കാണാൻ സാധിക്കാറ്. പക്ഷെ അതെനിക്ക് ഒരു അരോചകമായിട്ടാണ് പൊതുവെ തോന്നാറ്. അപ്പോൾ ഇങ്ങനെ ഒന്നായിക്കഴിഞ്ഞാൽ എന്താണെന്നുള്ളൊരു സജഷനും അങ്ങനെയാണ് ഈ ഒരു ഇന്റർലോക്ക് ഇങ്ങനൊരു സിസ്റ്റത്തിലേക്ക് മാറിയത്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഇപ്പോൾ രമേശൻ സാറും അവരുടെ വർക്ക് ചെയ്യുന്ന അയാളും വന്നിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വെർട്ടിക്കലായിട്ട് ലൈൻ ഇട്ടിട്ട് ചെയ്യാനാണ് പറഞ്ഞത് അത് ചെയ്യുന്ന ആ ഒരു വർക്കർ. അപ്പോൾ എൻ്റെ മകൻ്റെ ഒരു ഐഡിയ കൂടിയാണ്. അങ്ങനെയല്ല, വെർട്ടിക്കൽ മാത്രമല്ല, നമുക്കൊരു സ്പെഷ്യലായിട്ട് എല്ലാ ഇന്റർലോക്കിന്റെ ഇടയിലോ അല്ലെങ്കിൽ 2 ഇന്റർലോക്കിന്റെ ഇടയിലോ പുല്ല് വേണ്ട, നമുക്കൊരു സ്ക്വയർ പോലെ ഉണ്ടാക്കിയിട്ട് വെർട്ടിക്കലും ഹൊറിസോണ്ടലുമായിട്ട് ഇത് പുല്ല് വെക്കുകയാണെങ്കിൽ കുറേയും കൂടെ അതിന് ഒരു പ്ലസന്റ് അപ്പീൽ ഉണ്ടാകുന്നുള്ള തരത്തിൽ അങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടാക്കിയിട്ട് മകനാണ് അതിൻ്റെ ശരിക്കുള്ള അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഡിസൈനിൻ്റെ. അപ്പോൾ ഇവരുടെ ഒരു വർക്കേഴ്സും അതുപോലെ രമേശ് സാറിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു പ്രേരണയും ഒക്കെ കൂടി നമ്മളത് വളരെ ഭംഗിയായിട്ട് ഇട്ടു എന്നാണ് എൻ്റെ അതിൻ്റെ ഒരു അവസാനം എൻ്റെ ഒരു കൺക്ലൂഷൻ അങ്ങനെയാണ്. അതിൽ മലബാർ ഇന്റർലോക്കിനും വലിയൊരു പങ്കുണ്ട്. അതിൻ്റെ ഒക്കെ ഒരു ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മകൻ ഡോക്ടർ തേജസ് നമ്പൂതിരിയാണ്. അവൻ്റെ ഒരു ഐഡിയ പ്രകാരമാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിന് മലബാർ ഇന്റർലോക്കും നല്ലൊരു സപ്പോർട്ട് തന്നിട്ടുണ്ട്.